കാക്കശ്ശേരിസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കോളേജിൽ ഫസ്റ്റ് ഡേ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യം സാമിനെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്ത് ബസ് കയറി കോളേജിൽ പോകുകയാണ്. ഇന്ന് ഫസ്റ്റ് ഡേ എന്ന് ഉദ്ദേശിച്ചത് ഇന്നാണ് ഇൻ ക്ലാസ് സെഷൻസ് കോളേജിൽ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കൊണസ്റ്റോഗ ഡൗൺ ടൗൺ കിച്ചണറിൻ്റെ ക്യാമ്പസിലെ ക്ലാസ്സിലേക്ക് പോകുന്നത്. എന്താ എക്സ്പീരിയൻസ് ഉള്ളത് ഫുള്ളായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഇന്ന് രാവിലെ നല്ല ബിസിയായിരുന്നു, കാരണം ഡാനിനെ ഡേ കെയറിൽ വിടണം, ജെഫിന് ഓഫീസിൽ പോകണം, ആൻഡ് സാമിന് സ്കൂളിലും പോകണം. റൂട്ട് നമ്പർ 6 ആണ് എനിക്ക് ഇവിടുന്ന് കോളേജിലേക്ക് പോകേണ്ട ബസ്. രാവിലെ സമയത്ത് തന്നെ വലിയ തിരക്കൊന്നുമില്ല, എന്നെ കൂടാതെ വേറെ 2 പേര് മാത്രമേ ബസ്സിലുണ്ടായിരുന്നുള്ളൂ. സോ ഫ്രെഡറിക് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഡൗൺ ടൗൺ കിച്ചണറിലുള്ള കൊണസ്റ്റോഗ ക്യാമ്പസ്. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. കാണുന്ന പോലെ തന്നെ നല്ല മോഡേൺ ക്ലാസ് റൂമാണ്. കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. 2019 ഈ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ 3 months ക്ലോസ് ചെയ്യേണ്ടി വന്നു കൊറോണ സിറ്റുവേഷൻ കാരണം. ഇത് ലോഞ്ച് ഏരിയയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം ഇവിടെ കഫേ ഒന്നുമില്ല. അതുപോലെ ഡെസിഗ്നേറ്റഡ് ഈറ്റിംഗ് ഏരിയ എന്നിട്ട് സെപ്പറേറ്റ് ഒരു ഹാളുണ്ട്. ബ്രേക്ക് ടൈം ആയാൽ എല്ലാ പിള്ളേരും പോകുന്ന ഒരു സ്ഥലമാണ് ടിം ഹോട്ടൻസ്. ഞങ്ങളും ടിം ഹോട്ടൻസിലേക്ക് പോകാമെന്ന് വെച്ചു, പക്ഷെ അവിടുത്തെ തിരക്ക് കാരണം പ്ലാൻ മാറ്റി നേരെ ഒരു ഷവർമ്മ കടയിലേക്ക് വിട്ടു. ആദ്യത്തെ ദിവസം കാരണമാണ് ഈ ആഘോഷമൊക്കെ. പതുക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാൻഡ്വിച്ചിലേക്ക് മാറുന്നതായിരിക്കും. ഫസ്റ്റ് ഡേ ഒന്ന് ആഘോഷിക്കട്ടെ. കോളേജിലെ അസസ്മെൻറ്റ്സ് എല്ലാം അസൈൻമെൻറ്റ് വഴി ആയത് കാരണം ഒരു ലോഡ് അസൈൻമെൻറ്റ്സ് എപ്പോഴും ചെയ്യാനുണ്ടാകും. സോ ഈ ബ്രേക്ക് ടൈമിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് അസൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ്. എന്തായാലും ഒരു ക്ലാസ്സും കൂടെ ആഫ്റ്റർനൂൺ സെഷൻ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയുടെ കഴിയും. ഇന്ന് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണം. സാമിനെ പിക്ക് ചെയ്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഡേൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വ്ളോഗ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഫസ്റ്റ് ഡേ നല്ല ബിസിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല എന്താ പറയുക എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്കും എൻ്റെ കൂടെയുള്ള കുറച്ച് പേർക്കും. അപ്പോൾ നല്ല ഫസ്റ്റ് ഡേയുടെ ഫുൾ ഡോക്യുമെൻറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല ബിസിയായിരുന്നു. പിന്നെ ഈ 1.5 വർഷമായിട്ട് കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സിനെ ആദ്യമായിട്ട് കാണുകയല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ഡീറ്റെയിൽ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡേ 1 and 2 കണ്ടിന്യൂവേഷനാണിത്. അപ്പോൾ കോളേജ് തുറന്നപ്പോൾ നല്ല ബിസിയാണ്, കാരണം ജെഫ് ഡാനിനെ ഡേ കെയറിൽ ഡ്രോപ്പ് ചെയ്യും, ഞാൻ സാമിനെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ബസ് കയറി കോളേജിൽ പോകും. അങ്ങനെ നല്ല ബിസി ഷെഡ്യൂളാണ്. സോ കോളേജിൽ എത്തുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മൊബൈൽ സേഫ്റ്റി ആപ്പിൽ നമ്മുടെ കോവിഡ് സ്റ്റേറ്റസ് നോക്കും. വേറെ പ്രൊസീജിയറില്ല. പിന്നെ മാസ്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ റൂം നമ്പർ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. അതനുസരിച്ച് റൂം അന്വേഷിച്ച് പോയാൽ മതി. കിച്ചണർ ഡൗൺ ടൗൺ ക്യാമ്പസ് അടിപൊളി ക്യാമ്പസാണ്, മോഡേൺ ക്യാമ്പസാണ്. സോ അതിൻ്റെ ഒരു ക്യാമ്പസ് ടൂർ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ ക്ലാസ്സിൻ്റെ സെറ്റപ്പ് എങ്ങനെയൊക്കെ നമ്മൾ കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കോളേജിൽ പോകാം. അപ്പോൾ ഞാൻ ഇറങ്ങുന്നത് ക്വീൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. അവിടെ നിന്ന് കോളേജിലേക്ക് വലിയ ദൂരമല്ല, ഒരു 400 മീറ്റർ ഉള്ളൂ. അതായത് ഈ കാണുന്നത് മാർക്കറ്റ് സ്ക്വയറിന് കാണാനുണ്ടല്ലോ, അതിനോട് ചേർന്നുള്ള ബിൽഡിംഗ് തന്നെയാണ് കോളേജ്. മാർക്കറ്റ് സ്ക്വയറിൻ്റെ അടുത്ത് തന്നെ ഒരു ട്രാം സ്റ്റേഷൻ ഉണ്ട്, ഫ്രെഡറിക് സ്റ്റേഷൻ. അവിടേക്ക് ട്രാം പിടിച്ച് വരാം. പക്ഷെ എനിക്കിപ്പോൾ സാമിനെ ഡ്രോപ്പ് ചെയ്ത് വരുന്ന കാരണം ക്വീൻ സ്റ്റേഷനാണ് എനിക്കൊന്നും കൂടി കൺവീനിയൻറ്റ്. അപ്പോൾ ഇതാണ് കോളേജിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പും ട്രാം സ്റ്റേഷനും. ആ കാണുന്ന പച്ച ബിൽഡിങ്ങിൻ്റെ താഴെയാണ് കൊണസ്റ്റോഗ കോളേജ്. വ്ളോഗ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംഗീത ഉണ്ട്. എൻ്റെ ക്ലാസ്മേറ്റാണ് സംഗീത, എൻ്റെ ദോസ്താണ്. മെയിൻ ഞങ്ങൾ അസൈൻമെൻ്റ് എല്ലാം ഒരുമിച്ചിരുന്നാണ് ചെയ്യാറ്. അപ്പോൾ സംഗീത വരുന്നത് കണ്ടു. അപ്പോൾ സംഗീത നേരെ ടിം ഹോട്ടൻസിലേക്കാണ്, ഈ കാണുന്ന ടിം ഹോട്ടൻസിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ അടിച്ചു, ചായക്കൊക്കെ അടിച്ചു. ഇനി വന്നാൽ ഇപ്പോൾ ടിം ഹോട്ടൻസിൻ്റെ ഇതില്ല. അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. സംഗീത ഇപ്പോൾ ഈ കോപ്പി വാങ്ങിച്ചു വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കോളേജിലേക്ക് പോകുന്നതായിരിക്കും. ഈ 49 ഫ്രെഡറിക് സ്ട്രീറ്റ് അതാണ് നമ്മുടെ കൊണസ്റ്റോഗ ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസിൻ്റെ ലൊക്കേഷൻ. ഇതിങ്ങനെ കയറി ഉടനെ താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് നമ്മുടെ ക്ലാസ് റൂംസ് എല്ലാം ഉള്ളത്. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ചില പ്രൊഫസേഴ്സൊക്കെ ഇതുപോലെ വെൽക്കം സൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ് റൂം ഇതല്ല. ക്ലാസ് റൂം ഓരോ ദിവസവും വേറെ സ്ഥലമായത് കാരണം അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. സോ ഇന്നത്തെ ക്ലാസ് റൂം ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എന്ന് തോന്നുന്നു. ഓരോ സ്റ്റുഡൻറ്റ് ഇതുപോലെ ഒരു നെയിം കാർഡ് കൊടുത്തിട്ടുണ്ട്, കാരണം ക്ലാസ് ഇതുവരെയ്ക്കും ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ സോ പ്രൊഫസേഴ്സിന് നെയിം വെച്ച് ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെയിം കാർഡിൻ്റെ ഐഡിയ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ക്ലാസ് റൂം നമ്പർ മാറും. സോ അതനുസരിച്ച് നമ്മൾ മാറിയിരിക്കണം. ആൻഡ് ഡൗൺ ടൗൺ കിച്ചണർ ക്യാമ്പസ് ഇൻഡോർ ക്യാമ്പസ് ആണ്. സോ പുറത്ത് പോയിട്ട് ഇരിക്കുന്ന പോലെ ഓപ്ഷൻസ് ഒന്നും ഡൂൺ ക്യാമ്പസിൻ്റെ പോലത്തെ ഇല്ലാത്തത് കാരണം ഇവിടെ പക്ഷേ ഇതുപോലത്തെ കുറേ ലോഞ്ചസ് ഉണ്ട്. ഇവിടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇരുന്ന് നമ്മുടെ അസൈൻമെൻറ്റ്സ് എല്ലാം പെൻഡിങ്ങുകളെല്ലാം ചെയ്ത് തീർക്കാവുന്നതാണ്. ഈ ടിം ഹോട്ടൽസിൻ്റെ കപ്പ് ഒരു എല്ലാ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ഇവിടുത്തെ വാഷ്റൂംസ് ഏരിയ എല്ലാം നല്ല നീറ്റാണ്. സോ ഇതാണ് അപ്പോഴേ ഞങ്ങൾ പറഞ്ഞ ഡെസിഗ്നേറ്റഡ് ഈറ്റിംഗ് ഏരിയ. സോ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡും കോഫിയും എല്ലാം കഴിക്കാനുള്ള ഏരിയ. ഇവിടെ അതുപോലെ മൈക്രോവേവും ഹോട്ട് വാട്ടറിൻ്റെ ഓപ്ഷൻ, ടിഷ്യൂ അങ്ങനെയായിട്ടുള്ളൊരു വലിയൊരു ഏരിയ ആണിത്. സോ ആ കാണുന്ന കോളേജിൽ നിന്ന് ഞാനിപ്പോൾ തിരിച്ചെൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. വീട്ടിൽ പോകാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സാമിനെയും പിക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയാൽ മതി. ജെഫ് ഒരു 5:30 ആകുമ്പോൾ ഡാനിനെയും കൊണ്ടെത്തും.
അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ ആയിട്ടാണ് വീഡിയോ 2-ാം ദിവസം എടുത്തു തുടങ്ങിയത്. പക്ഷേ കോളേജിലെത്തുമ്പോൾ വീഡിയോ ഫ്ലോയിൽ എടുക്കാനുള്ള ഫ്ലോ കിട്ടുന്നില്ല. ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ വീടെത്തി. സാമിനെ പിക്ക് ചെയ്തിട്ട് സാമും ഞാനും കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കും വരെ ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കക്കശ്ശേരീസ് വ്ളോഗ്.